ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള 2-3 സാധനങ്ങളുടെ എന്താ പറയുക റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് പ്രൊമോഷൻ വീഡിയോസ് ഒന്നുമല്ല, ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ 3 സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്തപ്പോൾ 3ഉം ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടി വന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഞാനിവിടെ ഫസ്റ്റിൽ കാണിക്കുന്നത് ഒരു കിച്ചൺ സെറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽ വരുന്നത് സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ മീഷോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ഒരു കുഞ്ഞു പാത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാമല്ലോ വാങ്ങുമ്പോൾ. ഈ പിന്നെ മിനിയേച്ചർ കിച്ചണൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. ഇതാ 199 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. പിന്നെ ഇതിൽ ഏകദേശം ഒരു 16 പീസാണെന്ന് തോന്നുന്നു വന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഈ കിച്ചണിൽ മസാലപ്പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമല്ലോ, ആ ഒരു മോഡലുള്ളതാണ്. ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇളകി പോകുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഒരു അടപ്പ് വെച്ചിട്ട്, ഇതിൻ്റെ അടിഭാഗത്ത് ഒരു അടപ്പുണ്ട് കേട്ടോ, അത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കാൻ കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാണുന്നില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചെറിയ ചെറിയ പാത്രങ്ങൾ ഏതായാലും ഈ ഒരു പ്രൈസിന് വെർത്താണ്. വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ പറയില്ല, എങ്കിലും കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കാണിച്ച വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ പേരൊക്കെ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് നോക്കിയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്താൽ മതിയാകും. ഇതുപോലെയുള്ള ഇങ്ങനെ തവികളൊക്കെ ഉണ്ട്. തവികൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ആക്കാൻ പോവാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അത്യാവശ്യമൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിരിക്കും എന്ന് തോന്നുന്നൊരു ഇതുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്തെന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഒരു ബോക്സ് പോലെയാണ് ഇതുള്ളത്. നന്നായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് ഏകദേശം 85 രൂപയോളം ആണ് വില വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഞാൻ പുതിയൊരു ബ്രഷ് പൊടിച്ച് ഇതിൽ വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇതിലിട്ട് വെച്ചിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റിലൊക്കെ വെക്കുകയാണെങ്കിൽ പല്ലിയോ പാറ്റയോ അങ്ങനെയൊന്നും ബ്രഷ് ഇങ്ങനെ പിന്നെ എന്താ പറയുക, ബ്രഷ് നമ്മൾ തേക്കുന്ന ഭാഗമൊന്നും ഇങ്ങനെ പല്ലിയോ പ്രാണിയോ ഒന്നും ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വെച്ചാൽ സേഫുമാണ്. ടോയ്ലറ്റിൽ തന്നെ വെക്കുകയും ചെയ്യാൻ, തുറന്നിട്ട് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലഷ് ഒന്നും ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്തതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത് ഇപ്പം കാണിച്ചതിൽ നിന്നും രണ്ടും കൂടി ഒരു കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് വാങ്ങിയിട്ടുള്ളതും മീഷോയിൽ നിന്ന് തന്നെയാണ്. ഇതാണ് 3ാമത് ഞാൻ വാങ്ങിയിട്ടുള്ള സംഭവം. ഞാനിത് വാങ്ങുമ്പോൾ ഇത് പാക്കിൽ 2 എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രൈസിന്. പക്ഷേ പിന്നെയാണ് ഞാനത് ശ്രദ്ധിച്ചത്, പാക്കിൽ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്കൊരു വലിയൊരു നഷ്ടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. 2 ആണെങ്കിൽ ആ ക്യാഷിന് വർത്താണ് കേട്ടോ. 75 രൂപയാണ് ഏകദേശം റേറ്റ് വരുന്നതെന്ന് തോന്നുന്നു. ഇതാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ബ്രഷൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ നമ്മൾ ടെഡി ബിയറിൻ്റെ ആ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അടിഭാഗത്ത് നിന്ന് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ പിന്നെ വാളിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. നിങ്ങൾ കണ്ടല്ലോ, ഞാനിത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത്. നേരത്തെ കാണിച്ച ബ്രഷ് ഇട്ട് വെക്കുന്ന ആ ഒരു സംഭവവും പിന്നെ ഈ ഒരു ബ്രഷ് ഹോൾഡറും നല്ല എന്താ പറയുക, നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.